Good evening, ladies and gentlemen. I am Chandra Bose. Kalisheri Sudesh Chandra Bose. Oh, sorry, Chandra Bose. ഇന്ന് ഞാൻ സ്വല്പമല്ല സാമാന്യം നന്നായി തന്നെ മദ്യപിച്ചിട്ടുണ്ട്. എത്ര കുടിച്ചാലും ഞാൻ തന്നെയാണ്. ബിക്കോസ് ഐ ആം എ ജെന്റിൽമാൻ, എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. Okay. I'm a gentleman, I am a gentleman, a perfect gentleman. a perfect gentleman. I'm a gentleman, ബോസ് Huh? ഓട്ടോ പോടാ. a perfect gentleman. ബോസ് ഡാ, നീ എന്നെ ഫോളോ ചെയ്യുന്നോ? നീ ആയിട്ട് ഒരു ബന്ധമില്ല. നീ എന്നെ ഫോളോ ചെയ്യാനാ? തൊടുന്നില്ല. തൊട്ടുപോരുത്. ഡാ, ഇന്ന് എൻ്റെ അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ നിന്നെ മാത്രമല്ലേ ക്ഷണിച്ചുള്ളൂ. അതെ. എന്നിട്ട് നീ ഞാൻ സ്നേഹത്തോടെ ഒഴിച്ചെന്ന് എൻ്റെ വിസ്കി കാനയിൽ ഒഴിച്ചു കളഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാ റാസ്കൽ. അത് ഞാൻ ബോസിനെ പോലെ അല്ല. ഏ? കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫിറ്റ് ആവും. കട്ടില് കണ്ട അപ്പൊ ഉറങ്ങും. ഞാനും ഉറങ്ങും. പക്ഷെ കട്ടിൽ കണ്ടുപിടിക്കാൻ 5-6 മണിക്കൂർ എടുക്കും. ബോസ് പോടാ. ശ്ശോ, ഇന്ന് എന്താവും എന്തോ. അച്ചു, ഓപ്പൺ ദ ഡോർ. അച്ചു, ഓപ്പൺ ദ ഡോർ. അച്ചു, വാതിൽ തുറക്കാൻ. അച്ചു, പ്ലീസ്. ദൈവമേ, അച്ചു. ഇനി ഇതിനെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകും? ഏയ്, ഇതിനെ ഓട്ടോ പോകാൻ മൂടില്ലെങ്കിൽ വേണ്ട. ഞാനൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തിട്ട് പോയിക്കോളാം. പ്ലീസ് അച്ചു, ഓപ്പൺ ദ ഡോർ. ജസ്റ്റ് വൺസ്. ബോസ് അച്ചു, ഒന്ന് please. വന്നേ. മാഡം ഉറങ്ങിക്കാണും. നമുക്കിപ്പൊ പോയിട്ട് നാളെ രാവിലെ വന്നിട്ട് വിഷ് ചെയ്യാം. ഉറങ്ങിന്നോ? എന്നിട്ട് മോളിൽ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ, കണ്ടോ? ആ, അതിപ്പോ പവർ കട്ടല്ലേ, അതായിരിക്കും ഓഫ് ചെയ്യാത്ത. ഡാ, ഓ ആക്കരുത്. നീ എന്താ വിചാരിച്ച ഞാൻ ഫിറ്റാണെന്നോ? ഈ സ്ട്രീറ്റ് ലൈറ്റിൽ മാത്രമല്ല, ഏത് തൂണിലും തുരുമ്പിലും ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കും. ദാറ്റ്സ് മൈ പ്രീറോഗേറ്റീവ്. മനസ്സിലായോ? അതെന്റെ അവകാശമാണ്. ഫുൾ. ഓ ആയിക്കോട്ടെ. ബോസ് ഓട്ടോ. ഓട്ടോ എൻ്റെ കയ്യില് നല്ല കാലുണ്ട്. ഒരു ഓട്ടോ. ചന്ദ്രബോസ് ഇനിയും കുടിക്കും. എത്ര കുടിച്ചാലും ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നടക്കും. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഓ പിടിച്ചില്ല, ചീത്ത പറയല്ലേ. മദ്യവെച്ചിരിക്കുന്നത് ഞാൻ, പക്ഷെ വെളിവില്ലാതിരിക്കുന്ന ഇവന്. ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാവില്ല ഇവന്. എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ച എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇറങ്ങി വരുമോ? അതും ഈ പാതിരാത്രിയിൽ. ഇടാ, ഞാൻ വെള്ളത്തിൻ്റെ പുറത്ത് എന്തോ പറഞ്ഞു. അതും കേട്ട് ഉടനെ ഒരു ഓട്ടോ എടുത്ത് ഇറങ്ങിയിരിക്കുക. മനുഷ്യനെ മാനം കെടുത്താൻ. എന്ത് ചെയ്യും? ഇങ്ങനെ ലോക തോൽവിയായി പോയല്ലോ. ഞാൻ ഇവിടെ ഇരുന്നോളാം. നീ അവിടെ കിടന്നോ? അവളെന്നല്ല, ആര് പറഞ്ഞാലും ചന്ദ്രബോസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും. എത്ര കുടിച്ചാലും ചന്ദ്രബോസ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നടന്ന് അയ്യോ ഇത്ര ഉള്ള ഞാൻ ഇനിയും കുടിക്കും. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുടിക്കും. അച്ചു, എന്നെ പറ്റി എന്താ വിചാരിച്ച്? ഞാൻ കള്ളു കുടിച്ച് ബോധമില്ല കണ്ടിടത്തൊക്കെ പോയി കിടക്കുന്നവനാണെന്നോ?
Please save അയ്യോ, me! എന്താ ഇത്? Please! Eh? Please help me! അയ്യോ, ഇതാരാ? Help me, please! Somebody Money! please save me! കടന്ന് കാണാതാ നിന്റെ ശബ്ദം കാരണം ഞാൻ വിളിക്കുന്ന മണി കേൾക്കുന്നില്ല. ഇട്ടേ മണി. യ്യോ, Please help me, please! യ്യോ, മണി. മണി. എവിടെ? മണി. Please! Please help! Please help me! എന്താ? ഓടിയോടാ. ആ, അവിടെയാണോ? Let me out! മണി. മണി. ബെസ്റ്റ് ഇറങ്ങാൻ കണ്ട സ്ഥലം. ഇതെന്താ മണി? ഇത്ര പെട്ടെന്ന് കെട്ടിറങ്ങിയോ? കെട്ടിറങ്ങിയതല്ല, ഒരുത്തൻ എന്റെ കാലേ കെട്ടി ഇറങ്ങിയതാ. കാലോ? അയ്യോ, ഇതാരാ? നിന്റെ അച്ഛൻ. ഏ? എന്റെ അച്ഛനോ? ഹലോ മിസ്റ്റർ, who are you? What is this? And what happened? ഏ? എടാ പുല്ലേ, ഓ. ഇന്റർവ്യൂ നടത്താൻ എന്നെ പിടിച്ച് കേട്ടടാ. ഓ, ശരി ശരി. കേറി വാ. കേറി വാ. ഓ, സൂക്ഷിച്ച്. നിക്ക് നിക്ക്. ആ. വാ. ആ. അവനെ പിടിച്ച് കേട്ടെ. എന്റെ കാല്. എന്തൊരു വെയിറ്റ് ആണ് പഠിക്കണോ? പിടിച്ചു കയറുക. പിടിക്ക് അവിടെ പിടിക്ക്. വാ വാ കഴിഞ്ഞ ഇങ്ങോട്ട് വാ. ഒരാവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ കളയല്ലേ. ആവശ്യമുള്ളതാണ് എന്റെ കാലിലെ കെട്ടഴി. ഇതിനാണോ കാലക്കേടെന്ന് പറയുന്നത്? സമയം മോശമായാലേ നമ്മുടെ കാലേ വരെ ഇവനെ പോലുള്ളവർ കെട്ടിത്തൂങ്ങും. അയ്യോ, മര്യാദയ്ക്ക് ചാവാൻ പോയി എന്നെ ഇങ്ങനെ വലിച്ചു കെട്ടാൻ നിങ്ങളോട് ആരാ മിസ്റ്റർ പറഞ്ഞത്? നീ വേണ ചത്തോ? എന്നെ കൂടെ വലിച്ചോണ്ട് പോകുന്ന എന്തിനാ? മനഃപൂർവ്വ അബദ്ധം പറ്റിയതല്ലേ? അത് ശരി. ബോസിനെ കാല് പിടിച്ചിട്ട് കൊല്ലാൻ നോക്കിട്ട് ഇപ്പൊ അബദ്ധം പറ്റിയതാണോ? നിനക്ക് ചാകാനാണെങ്കിൽ വയറ്റിലാണോ? നിന്റെ കഴുത്തല്ല കയറ് കെട്ടേണ്ടിരുന്നത്. ബോസ്, ഇവനെയൊക്കെ കാലെ കല്ല് കെട്ടി കായലിൽ താത്തിയാലേ സത്യം പറയുള്ളൂ. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? സത്യം പറ. അതൊക്കെ ഞാൻ പറയിച്ചോളാം. തൽക്കാലം നീ വണ്ടി പോയിട്ട് ഒരു കുപ്പി എടുത്തോണ്ടോ. ഈ വൃത്തിയായിട്ട് എന്റെ കാലേ തൂങ്ങിയപ്പോ ഞാൻ കുടിച്ചൊക്കെ ഇറങ്ങി പോയി. പോടാ. വെറുതെ ശരീരാണെങ്കിൽ പണിയെടുപ്പിക്കാൻ. എന്താ നിന്റെ പേര്? ശരത്. ഓ, നല്ല പേര്. പഠിക്കുകയാണോ? അതെ. എവിടെ? ന്യൂട്ടൺ എഞ്ചിനീയറിംഗ് കോളേജ്. എന്നിട്ട് പാസ്സായില്ലേ? പറ, എന്താ നിന്റെ പ്രോബ്ലം? ഇപ്പൊ എന്റെ പ്രോബ്ലം നിങ്ങളാണ്. ഒന്ന് പോയി തരോ പ്ലീസ്? Okay. See you. Hey, Sharat. Don't run away from your life. Face it, win it, then enjoy it. Like me. അല്ല, ഇവനെ പോലീസിൽ ഏൽപ്പിക്കാണ്ട് പോവാണോ? നാളെ ഇവന്റെ ശവവും മണത്ത് പോലീസ് നായ നമ്മുടെ വീട്ടിലോട്ട് വരില്ലേ? ഇനി അവൻ ചാവില്ല. പരീക്ഷ തോറ്റന്റെ വിഷമത്തിന് ചാവ ഇറങ്ങിയതാ. അതിലവൻ തോറ്റു. പരീക്ഷയിൽ തോറ്റതല്ല, തോൽപ്പിച്ചതാ മനഃപൂർവ്വം. ന്യൂട്ടൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. അവിടുന്ന് ഓറക്കിളിൽ പ്ലേസ്മെന്റ് കിട്ടിയ ഏക വിദ്യാർത്ഥി. ആ എന്നെയാണ് അവർ കോഴ്സ് വൈവയിൽ മനഃപൂർവ്വം തോൽപ്പിച്ചത്.